ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മക്കളൊക്കെ തിരിച്ചെത്തി. ആച്ചിലി ഞാനൊക്കെ നാട്ടിൽ നിന്ന് വന്നു ട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. നല്ല അടിപൊളി റെസിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത് ട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ദാ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഞാനിന്ന് നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വീശാണ്ടും ഇതാക്കാണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു 6 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഉപ്പും പഞ്ചസാരയും ഒന്നും എല്ലായിടത്തും ആവുന്ന രീതിയിൽ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുട്ട എക്സ് ലാർജ് സൈസാണ് കേട്ടോ, വലിയ മുട്ടയാണ്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസുള്ള മുട്ടയാണ് എടുക്കണമെങ്കിൽ 2 മുട്ട എടുക്കുക. ഇതിപ്പോൾ ഒറ്റൊന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവരണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കേണ്ടത്. പാലൊന്നും വേണ്ട, സാധാ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. ഈ മെഷീൻ എപ്പോഴും കാണിക്കുന്ന സമയത്ത് എപ്പോഴും ഇതിൻ്റെ കമൻസ് വരുത്തുന്നുണ്ട്. ഇത് കിച്ചൺ മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കിച്ചൺ പാറ്റീഷർ എന്നാണ് പറയുക. ഇത് കെൻവുഡ് ആണ് കേട്ടോ എൻ്റെ അടുത്തുള്ള ബ്രാൻഡ്. ഇത് ഓൺലൈനായിട്ട് ആമസോണിലും അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഞാനിത് ഇവിടുന്ന് വാങ്ങിച്ചത് ഇവിടുന്നാണ് കേട്ടോ. ഒരു 10 കൊല്ലത്തിൻ്റെ മേലായി ഇപ്പോൾ ഈ ഒരു കിച്ചൺ മെഷീൻ എൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ മോഡലുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ പാണ്ടയിൽ, സാക്കോല് അങ്ങനത്തെ സ്ഥലത്ത് ഇത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അവിടെയൊക്കെ നോക്കിയാൽ മതി. പിന്നെ അതാ ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കൈ കൊണ്ട് തൊട്ടാൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന പാകമായിരിക്കണം. ഇതിനി ഇങ്ങനെ ഈ ഒരു ഒട്ടലിൽ തന്നെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇതിനൊരു 10 മിനിറ്റ് നേരം, ഈ മെഷീനിൽ 10 മിനിറ്റ് നേരം നന്നായിട്ട് സ്മൂത്ത് ആകുന്ന വരെ കുഴച്ചെടുക്കണം. കൈ വെച്ച് കുഴക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇതിനൊരു പാകം ഞാൻ കാണിച്ചു തരാം. കൈകൊണ്ട് മെല്ലെ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റിക്കി പാകമായിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നാലും ഇതെല്ലാം കൂടെ ഉരുട്ടി നമുക്കൊന്ന് ഉരുളാക്കാൻ നോക്കിയാൽ കയ്യിലൊട്ടൊന്നുമില്ല. കാരണം അത് നമ്മൾ കുഴച്ച് നല്ല സ്മൂത്ത് ആക്കിയതുകൊണ്ട് പിന്നെ അത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു നൂൽപ്പൊറോട്ടൻ്റെ മാവ് വേണ്ടി കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇത്രയും ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൗണ്ടർ ടോപ്പാണ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് കേട്ടോ. പൊറോട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഷീറ്റൊക്കെ പിരിച്ചുണ്ടാക്കുകയാണെങ്കിൽ അത്ര നന്നാവില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയാക്കി വെച്ചതാണ്. അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ആ ഒരു കുഴച്ച മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പാകം കണ്ടില്ല, ഇതൊരു സ്റ്റിക്കി പാകത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ എണ്ണ എടുത്ത് വെക്കണം കേട്ടോ. ഏത് ഓയിലും എടുക്കുക, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കുക. ഞാനിവിടെ കനോല ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലായാലും മതി, പാം ഓയിലോ സൺഫ്ലവറോ ഏത് ഓയിലും എടുക്കുക. പിന്നെ പൊറോട്ട ആണ്, ഇനിയിപ്പോൾ എണ്ണയ്ക്ക് നമുക്കൊരു ഹെൽത്തി അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊറോട്ടയ്ക്ക് എന്തായാലും ഈ ഒരു ഓയിൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതന്നെ മതി കേട്ടോ, അതന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ ഉരുള എടുക്കുകയാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഉരുള എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഉരുള 2 പൊറോട്ടയ്ക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിനാണ് ഞാൻ ഒന്നിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കട്ടെ. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാ മറ്റേ കൈ ഉണ്ട്, നമ്മൾ സ്ലോയിൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. എന്ന് വെച്ചിട്ട് നമുക്ക് ഉരുട്ടാൻ പ്രയാസം അല്ലെങ്കിൽ കുഴയ്ക്കാൻ പ്രയാസം ഒന്നും ഇല്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് അടുത്തോ ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം ഒരേ ഷേപ്പിലുള്ള. നിങ്ങൾക്ക് ഒറ്റ പൊറോട്ട ആയിട്ടാണ് ഒന്നുണ്ടാക്കണമെങ്കിൽ ഇത്ര വേണ്ടിയില്ല, ഇതിൻ്റെ ചെറുതെടുത്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഓരോന്ന് അതിലൊന്ന് മുക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കാം കേട്ടോ. വലിയ വലിയ പ്ലേറ്റാണ്, ട്രേ പോലത്തെ പ്ലേറ്റിലേക്ക് ഞാനെല്ലാം ഇതേപോലെ മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഡയറക്റ്റ് മുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഒരു ഉരുള നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് എണ്ണ ആയി കിട്ടിയാൽ മതി കേട്ടോ. അത് എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മുക്കി എടുക്കണമെന്നേ ഉള്ളൂ. അതിൽ മുക്കിയെന്ന് വെച്ചിട്ട് ഒരു എക്സ്ട്രാ കൂടുതൽ എണ്ണ അതിൽ കുടിക്കുകയൊന്നുമില്ല. അത് പൊടി വെച്ചതല്ലേ, അപ്പോൾ അതിനെ കൊണ്ടൊന്നും യാതൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എണ്ണയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലത് തന്നെയാണ്. 1 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് സോക്കാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. വൈകുന്നേരമാണ് മക്കളെത്തുന്നത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇനി ബാക്കി ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെയും കുറച്ചൊന്ന് 2-3 ഡ്രോപ്സ്, കുറച്ച് ഡ്രോപ്സ് മതി കേട്ടോ. ലേശം ഒന്നിങ്ങനെ അതിൻ്റെ മേലെ ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഞാനിവിടെ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏറ്റവും മിനിമം 1 മണിക്കൂർ എന്തെങ്കിലും വെക്കണേ, എന്നാലാണ് നന്നായി കിട്ടുക. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫസ്റ്റ് ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, കല്ലുമ്മക്കായാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ്, കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ച. അസ്ലങ്കാൻ്റെ പെങ്ങൾ സൂക്ഷിച്ച കൊടുത്തയച്ചതാണ് കേട്ടത്. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഇത് കിട്ടിയാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്, ഗൾഫുകാർക്ക് പ്രത്യേകിച്ച്. എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ ചായയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ നമ്മളെ പൊറോട്ടൻ്റെ മാവാണ് ഇട്ടത്. ഇത് നമ്മളിതിനോട് മാറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഓയിലൊക്കെ നല്ല സെറ്റായിട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റി വെക്കുക. ഞാൻ പിന്നെ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്.
സാധനം. ഇതിപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്ത് നിന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ സാധനമാണ് ഇട്ടത്. ഒരിപ്പം വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതായത് ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായിയാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. വലിയ ഇതിൻ്റെ ഓരോ വലിയ ഇതാണ് സൈസാണത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സാധനം. ഇരുമ്പിൻ്റെതും സ്റ്റീലിൻ്റെ സാധനമാണ് ഇവരെ ഈ ഇൻഡസ് വാലിൻ്റെ സാധനം എന്ന് പറയുന്നത് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കിലും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതിലും എല്ലാത്തിലും പറ്റും. പിന്നെ ഇതൊരു പുതിയ ടൈപ്പാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നത്. അപ്പോൾ അതല്ല നല്ല അടിപൊളി സാധനമാണ്. നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ വിത്തിലിട്ടാണ്. ഇത് നല്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കനുള്ള നല്ല ടൈപ്പ് തന്നെയാണ്. ആവിയൊക്കെ പോകാനുള്ളതൊക്കെ ഉള്ള കറക്റ്റ് പാത്രത്തിലാണ്. അപ്പോൾ നമ്മളെ പോലത്തെ നമുക്കിപ്പോൾ വലിയ ഫാമിലി ആയതുകൊണ്ട് ഈ ഒരു സൈസ് തന്നെ വേണം. ഇതിൻ്റെ ചെറുതും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ വലുതാണ് കേട്ടോ. അത് എനിക്കത് 28 സെൻറ്റിമീറ്ററിൻ്റെതാണ്. 4.2 നെറ്റാണ് പറഞ്ഞത്. ഇത് അപ്പോൾ നമ്മൾ ഇതിലാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ കുറേ ആയിട്ട് നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ ഇല്ല. ഞാനത് ഇവിടെ ഇറ്റാലൊന്ന് വേണം എന്നുള്ളതിലേ നമുക്ക് ചപ്പാത്തിയും പത്തിരിയും ദോശയും ഇതൊക്കെ ചുടാൻ വേണ്ടിയിട്ട് അയൺ തവയിൽ ചുട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിനും നമ്മളിപ്പം ദോശ ആയാലും പത്തിരി ആയാലും ചപ്പാത്തി ആയാലും എല്ലാം തന്നെ നമ്മൾ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. കാസ്റ്റ് അയൺ ആയാലും അയൺ ആയാലും കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമ്മളൊന്ന് മെരുക്കിയിട്ട് വരുന്നതാണ്. അതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫുള്ള് പ്രീ സീസൺഡ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. നമ്മളിത് സീസൺ ചെയ്യാനൊന്നും പോകണ്ട. ഓൾറെഡി സീസൺഡ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടത്. ഈ ഒരു ഇത് ഭയങ്കര സ്മൂത്താണ്. അതുപോലെ തന്നെ ഇത് നന്നാക്കി എടുക്കാനും ഒന്നും പ്രയാസമില്ല. ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഉടനെ ഫസ്റ്റ് ടൈം തന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് മയക്കിയെടുക്കാനൊന്നും ഒരു പ്രയാസവും ഒന്നും ചെയ്യേണ്ടിയില്ല കേട്ടോ. നമ്മൾ സാധാരണ കല്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് നമ്മളത് മയങ്ങി കിട്ടണമെങ്കിൽ കാസ്റ്റ് അയൺ അല്ലാത്ത വാങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ സ്റ്റീലിൻ്റെ പാത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ടിയൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ ആൾക്കാരിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റീൽ പാത്രങ്ങൾ എങ്ങനെയാണ് ഇത് കരിഞ്ഞു പോകില്ല, ഏറ്റവും നല്ല ഏതാണ്, പിന്നെ നോൺ സ്റ്റിക്ക് വാങ്ങലാണോ സ്റ്റീൽ വാങ്ങലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇപ്പോൾ അടുത്തും കൂടെ വാട്സപ്പിൽ ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോൺ സ്റ്റിക്ക് തീരെ കേടാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്തുകൊണ്ടും നല്ല തന്നെയാണ്. സ്റ്റീൽ പാത്രം, അതുപോലെ തന്നെ അയൺ പാത്രങ്ങൾ, കോപ്പർ പാത്രങ്ങൾ, ഇതൊക്കെ നല്ല പണ്ടേ വെച്ചാൽ തലമുറകൾ കൈമാറി വരുന്ന പാത്രങ്ങളാണ്. വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് മൂന്നും. ഞാൻ ഈ പറഞ്ഞ കാസ്റ്റ് അയൺ ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റീലാണെങ്കിലും കോപ്പർ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ പുറത്തേക്ക് തീ പാളുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു വട്ടം എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ തീ വെച്ച് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ അടി പിടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അത് നമ്മളെ തവ അതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകിയെടുക്കൽ മാത്രമേ ഉള്ളൂ. നല്ല എന്താ പറയുക സീസൺ ചെയ്ത് വരുന്നതാണ്. ഇത് നാച്ചുറലായിട്ട് ഒരു സീസൺ ചെയ്ത് വരുന്നതാണ് കേട്ടോ. അത് നല്ല സാധനമാണ്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു തവ. എനിക്ക് തോന്നുന്നു 2 കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എടുക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. കൈയിൻ്റെ വേദനയുടെ പ്രശ്നം കൂടെ പറഞ്ഞല്ലോ. അതിൻ്റെ ഇടയിൽ പറയട്ടെ, എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യലില്ല. എന്താ പറയുക, മാങ്ങ ഉള്ള മാവിനെ കല്ലെറിയുമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുക. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് കഴുകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു മിനുസ ഞാൻ കാണിച്ചു തരാണ്ടില്ല. നല്ല മിനുസാണ്. ഈ വലിയൊരു കറ കുത്തേ ഒന്നുമില്ല. സാധാരണ അയണാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഒരുപാട് കഴുകി കറയൊക്കെ പോക്കിയെടുക്കണം അല്ലേ. അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദാബ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തീ കണ്ടില്ല, ഒരു മീഡിയം സൈസ്. ആ അടിയിലുള്ള വട്ടത്തിൽ അടിയിൽ വരുന്ന തീയെ കത്തിച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളി ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 3 മീഡിയം സൈസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എയർപോർട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കുക. ഈ ഉള്ളിനെ നമുക്ക് നല്ല സോഫ്റ്റ് ആകണ വരെ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതുപോലെ തന്നെ അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് സ്റ്റീലിൻ്റെ പാത്രം. ഒരു 5-8 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇതൊന്ന് മയങ്ങി വരിക കേട്ടോ. ആദ്യം ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു 5-8 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് അടി പിടിക്കില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് അടി പിടിച്ചെന്ന് തോന്നുക, അങ്ങനെയാണെങ്കിൽ ക്ലീൻ ചെയ്യാനൊരു പ്രയാസമില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക. ഒരു അരമണിക്കൂർ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ നമ്മളെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ അത് കഴുകാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു പ്രയാസവും ഇല്ല. ഇപ്പം തന്നെ വരച്ച് കഴുകാൻ പോകണ്ട. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ഉള്ളി ആയി കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ തക്കാളി ഞാൻ 3 മീഡിയം സൈസുള്ള തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റ് ആകണ വരെ ഇതിൻ്റെ കൂടെ തന്നെ വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെന്ത് കുഴയാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് ഒരുപാട് നേരം ഇട്ട് വഴറ്റി എടുക്കേണ്ടിയില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ല. ഒരു 3-4 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ക്യുമിൻ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമ്മൾ ഗരം മസാല ആണ് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൽ പൊടികൾ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ ഒരു പൊടികളൊരു പച്ചമുളക്കൊന്ന് മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. 1100 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. 1 കിലോ കണക്കാക്കിയാൽ മതി. അപ്പോൾ ലേശം കൂടുതലുണ്ട്. അപ്പോൾ ആ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ഇതിൽ നമ്മൾ തീരെ വെള്ളം ചേർക്കണില്ല കേട്ടോ. വെള്ളത്തിന് പകരം നമ്മളൊരു സാധനം ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തീരെ വെള്ളം ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ചേർത്താണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മൾ പറയുന്ന കണക്ക് പോലെ ആയിരിക്കില്ല, നിങ്ങൾ നോക്കണേ, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഒരു 1/2 കപ്പ് യോഗട്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. യോഗട്ട് എന്ന് പറയുന്നത് പുളിയില്ലാത്ത തൈര് കേട്ടോ. പുളി കുറവുള്ള, മാക്സിമം പുളി കുറവുള്ളതിനാണ് നമ്മൾ യോഗട്ട് എന്ന് പറയുന്നത്. കേട് എന്ന് പറയുന്നത് പുളി കൂടുതലുള്ളതിനാണ് കേട്ടോ. അപ്പോൾ യോഗട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തൈരിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ധാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയാക്കി മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചത്. അതിൽ മെയിൻ സാധനം എന്ന് പറയുന്നത് ആച്ചി കൊണ്ടുവന്ന ബ്ലാക്കിൻ്റെ ബെഡാണ് കേട്ടത്. പുതിയ ബെഡാണ്. ബ്ലാക്കിക്കും റൂമിക്കും എല്ലാം ഒരുപാട് ടോയ്സും ബെഡും ഒക്കെ ആച്ചി കൊണ്ടുവന്നതാണ്. ഭയങ്കര ഹാപ്പിയാണുള്ളു. ഇപ്പോൾ നമ്മളെ പൊറോട്ടക്ക് മാവ് കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് 1 മണിക്കൂറല്ല, ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കുക, അത്രേ ഉള്ളൂ. എത്രത്തോളം വെക്കുന്ന അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഇതിൽ നിന്ന് ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് പരത്താൻ വേണ്ടി പോണത്. ഓരോ ഉരുളയും എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നമ്മളിത് എണ്ണയിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പൊടി കുഴച്ചതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തന്നല്ലോ, നല്ല ലൂസായിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അത് നല്ല കുഴലൊന്നും എടുക്കാണ്ട് നമ്മൾ വീശാണ്ട് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ നന്നായിട്ട് നല്ല നൈസായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വീശാൻ അറിയാത്ത ആൾക്കാർക്കാണ് ഇത് കാണിച്ചിരുന്നത്. വീശാൻ അറിയുന്നവർക്ക് ഇത് എന്താ പറയുക, ഇങ്ങനെ ചെയ്യേണ്ടിയില്ല. ഞാനിപ്പോൾ അറിയാത്തവർക്കാണ്. എല്ലാവർക്കും വീശാൻ അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് അടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പൊന്തിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല സ്മൂത്തായിട്ട് ഇത് പരന്ന് വരും. മാക്സിമം പരത്തി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അറ്റത്തൊന്നും തടി ഉണ്ടാവാൻ പാടില്ല. അറ്റമൊക്കെ നല്ല നൈസായിട്ട് തന്നെ കിട്ടണം. ഉള്ളു കാണുന്ന രീതിയിൽ നൈസാകണ വരെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ കീറിപ്പോയാലൊന്നും നിങ്ങൾ പേടിക്കാൻ കേട്ടോ. അത് ഓൾറെഡി നമുക്ക് കീറാനുള്ളത് തന്നെയാണ്. എന്നാലും പ്രശ്നമില്ല. നന്നായിട്ട് ഇത് സ്ട്രെച്ച് ചെയ്ത് വലുതാക്കി എടുക്കുക. അത് കംപ്ലീറ്റ് മാക്സിമം ഞാനിത് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലായിടത്തും ഒരേപോലെ ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. എവിടെയും തടിയൊന്നുമില്ല. എങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഇവിടെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതന്നെ വേണമെന്നില്ല, കത്തി വെച്ചിട്ട് നേരെ ഇങ്ങനെ നൈസായി ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മിയാ കിച്ചണിൽ കണ്ടതാണ് കേട്ടോ. അന്നേരം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഉണ്ടല്ലോ, ഇത് എനിക്കും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ള. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് വെച്ച് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഞാൻ കത്തി വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇത് 2 എണ്ണത്തിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഇതൊരു സീക്രട്ടാണ്. നമ്മൾ ആ നൂല് പോലുള്ളത് ഇങ്ങനെ വിട്ട് ചുട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളെ പച്ചരിപ്പൊടി ഇല്ലേ, നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ ആ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ പകുതി ഞാൻ പറഞ്ഞല്ലോ, 2 പൊറോട്ടക്കുള്ളതാണ് 1 ഉരുള എന്ന് പറയുന്നത്. അപ്പോൾ പകുതി ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് അടിക്കരുത്, മെല്ലെ അങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് റോൾ ചെയ്യുക. ഇതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നൂൽ പൊറോട്ടയ്ക്ക് ഈ ഒരു രീതിയാണ് നല്ലത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെയും ചെയ്യുക. അതും ഞാൻ കാണിച്ചു തരാം.
ഇതിപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അവിടെ വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കാണിക്കാം രണ്ടാമത്തെ രീതിയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പൊറോട്ട നമ്മൾ ഉരുട്ടിയെടുക്കലില്ല അതുപോലെ തന്നെ ഒരൊറ്റ ഉരുട്ടൽ കേട്ടോ. ഇതാ കംപ്ലീറ്റ് ഫുള്ളായിട്ട് എത്തുന്നവരെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാൻ എല്ലാം ഇവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാനിതാ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. ഇതിന് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ കറി നോക്കാം. കറി ഞാനിവിടെ 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് 15 മിനിറ്റ് നോക്കാണ്ട് വെക്കരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാണ്ട്. ഇപ്പോൾ അത് കണ്ടില്ല, നമ്മൾ തീരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നാലും നല്ല ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലത്തെ വെള്ളം വറ്റിക്കണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ വറ്റിക്കാണ്ട് നിൽക്കുകയാണ്, കാരണം പൊറോട്ട ആയതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി അല്ല പൊറോട്ട ചുടാൻ വേണ്ടി ഞാൻ ആ കല്ലാണ് വെച്ച് കൊടുത്തത്. ഞങ്ങളിപ്പോൾ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഓരോ പൊറോട്ടയും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ എന്താ പറയുക, പൊറോട്ടേനെക്കാട്ടിലും ഒരു ഇത്തിരി തടിയിൽ നിന്നോട്ടെ, എന്നാലാണ് നമ്മൾ ആ ഒരു നൂലൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ലേശം ഒരു തടിയിലാണ് വേണ്ടത്. പിന്നെ പൊറോട്ട പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഈ പരത്തിയെന്ന അത്രയും ഉണ്ടാവില്ല നമ്മൾ കയ്യിലെടുത്താൽ കേട്ടോ. കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ചുരുങ്ങും പൊറോട്ട. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതലൊന്ന് പരത്തിയെടുക്കണം. കാരണം നമ്മൾ കല്ലിലേക്ക് ഇടുന്ന സമയത്ത് കയ്യിലെടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ അത് ഇത്രയും പരത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിലെടുത്താൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ട കയ്യിലെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കല്ല് ചൂടായിട്ടുണ്ട്. നല്ല ചൂടായതിൻ്റെ ശേഷം കുറച്ച് ഓയിൽ ഞാനൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഒന്ന് എല്ലായിടത്തും ആ ഒരു തവ പുതിയതല്ലേ, അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മയങ്ങി ഇതാവാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ എല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ അതെല്ലായിടത്തും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കാസ്റ്റ് അയണിൻ്റെ തവ എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാവും. നല്ല ചൂടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെറിയ തീയിലാക്കി വെക്കണം കേട്ടോ. നമ്മൾ ചുടുന്ന സമയത്തൊന്നും തീ കൂട്ടി വെക്കരുത്. ഹൈ ഫ്ലെയിം ആക്കി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം ഇത് അയണിൻ്റെതായതുകൊണ്ട് എപ്പോഴും തീയും ഇങ്ങനെ ചൂട് തീയിൽ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഓരോ പൊറോട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം വലിയ തവ ആയതുകൊണ്ട് 3 എണ്ണം ഒന്നിച്ച് പോകും കേട്ടോ. 3 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറുതാണ്, അധികം വലിപ്പമുള്ള പൊറോട്ട അല്ല, ഒരു മീഡിയം സൈസുള്ള പൊറോട്ട ആണ്. അപ്പോൾ ഫസ്റ്റത്തെ മറിച്ചിടൽ വേഗം കുറച്ച് ഒരു 4-5 ഡ്രോപ്സ് ഒന്ന് മേലെ ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. വേഗം വേഗം ആയി കിട്ടും കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ മറിച്ചിടൽ ഞാൻ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തീ കണക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ തീ ഒന്ന് ചെറുതാക്കി വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അതാ ആ അടിഭാഗം ഒന്ന് വെന്തെന്ന് തോന്നിയാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് വരണം കേട്ടോ. വെന്ത് കഴിഞ്ഞാലാണ് നല്ല ഇതാവുള്ളൂ. അല്ലാണ്ട് വേവിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളു വേവാത്ത പോലെ തോന്നും തിന്നണ സമയത്ത്. ഇതിപ്പോൾ റെഡി ആയി. ഇതിപ്പോൾ ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് അടിക്കലുണ്ട്, ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് അടുത്ത ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം വെച്ചിട്ട് അടുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതേപോലെ തന്നെ ആദ്യം വേഗം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തീ ലേശം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ലേശം ഒന്ന് കൂട്ടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കൂടും. അപ്പോൾ അത് അടുത്ത് മറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചുട്ട് വെച്ചത് അതൊന്ന് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ചൂടോട് കൂടി അടിച്ചെടുക്കുക. അല്ലാണ്ട് ചൂട് തണിഞ്ഞു പോയാൽ പിന്നെ അടിച്ചെടുത്താൽ നമുക്ക് അതുപോലെ കിട്ടൂല കേട്ടോ. ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് അടിക്കുന്ന സമയത്ത് തന്നെ ആ നൂലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ തിന്നുന്ന സമയത്ത് കംപ്ലീറ്റ് ഇതിങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര സാധാരണ ഒരു പൊറോട്ട പോലെയല്ല, നല്ലൊരു ഇതാണല്ലേ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. ബൺ പൊറോട്ട ഒക്കെ ഹിറ്റായ പോലെ തന്നെ ഹിറ്റായ ഒരു സാധനമാണ് ഈ ഒരു നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വീശാൻ അറിയാത്ത ആൾക്കാർക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ഈ ഒരു നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. പിന്നെ പൊറോട്ട അങ്ങനെ എപ്പോഴും കഴിക്കാനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യണില്ല, ഓരോരുത്തർ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്ത ബാച്ചും ഇവിടെ റെഡി ആയിന്, അതും ഇനി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ തവ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം ഫുള്ള് ചൂടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരണം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരിക. നന്നായിട്ട് കഴുകുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് കഴുകിയതാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാറ്റി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. 2 ഭാഗവും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിനെ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, പുക വരുന്നത് നല്ല ചൂടായി. ഇപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിലാക്കി കൊടുക്കുക കേട്ടോ. ഓയിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതാ കുറച്ച് ഒരു 3-4 ഡ്രോപ്സ് മതിയിട്ട്, ഒരുപാടൊന്നും എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. എന്നിട്ട് ആ തുണി ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുക്കാന്ന് പറയില്ലേ നമ്മൾ, പുരട്ടി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും കൈയിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ അടിഭാഗത്തും എല്ലാം തേക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ എണ്ണ അതിൽ തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ഫുള്ളായിട്ട് അങ്ങ് തുടച്ചെടുക്കണം. അതിനാണ് തുണി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ എല്ലായിടത്തും പുരട്ടിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇനി അടിഭാഗം കേട്ടോ, അടിഭാഗത്തും ഇതേപോലെ തന്നെ തേച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടിലാണ് ഈ ഒരു കല്ലുള്ളത്. അപ്പോൾ അത് അടിഭാഗവും കണ്ടില്ലേ, ഈ ഒരു അടിഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ തുണിയിൽ എണ്ണ ഇല്ല കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ അങ്ങ് പൊത്തിയിട്ട് ഇതിൽ ആക്കി കഴിഞ്ഞാൽ, ചൂടാറി കഴിഞ്ഞാൽ ഇതിന്മേൽ ഒരു ഗമ്മ് പോലെ പശ പോലെ ആയി വരും കേട്ടോ, അപ്പോൾ കേടാവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് തുടച്ചെടുക്കണം. തീരെ നമ്മൾ ഈ മേലെ എണ്ണ ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അതാണ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഇപ്പോൾ തൊട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ തീരെ എണ്ണയിൽ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ മേലെ എണ്ണ തേക്കേണ്ടത്. രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ ഫുള്ളായിട്ട് തുടച്ചെടുക്കണം. അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമ്മളത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുക, എന്നിട്ട് ചൂടാക്കിയാൽ നമുക്ക് അടുത്ത ഉപയോഗത്തിന് റെഡിയാവും. അപ്പോൾ ഇതുപോലെ എപ്പോഴും സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അയണിൻ്റെ പാത്രങ്ങളൊന്നും ഒന്നും ആവില്ല കേട്ടോ, ഒന്നും കേട് വരിക അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുക ഒന്നും ചെയ്യൂല, ഈ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മളെ പൊറോട്ടയൊക്കെ ഇവിടെ ഞാൻ വിളമ്പിക്കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിപൊളി നൂൽ പൊറോട്ട, നമ്മൾ ഉണ്ടാക്കിയ മൊത്തം പൊറോട്ട ആണ് ഇട്ടത്. അടിപൊളിയാണ്, സൂപ്പറാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പം വീശാൻ അറിയാത്തവർക്കും അതുപോലെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല നൂല് നൂല് പോലെയാണ് ഉള്ളത്. എടുക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ തൊയിഞ്ഞു പോകുന്ന പോലാണ് ഉള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. പൊറോട്ട എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെ മൈദ നമുക്ക് കേടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലയാളിക്ക് ഒരു സമയത്തും വിടാൻ കഴിയാത്തൊരു സാധനമാണ് പൊറോട്ട എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്കും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെ കറിയും ഇതാ, കറിയും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. പൊറോട്ടക്ക് മാത്രമല്ല, ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൂരിക്ക്, അതുപോലെ തന്നെ നമ്മളെ ഭട്ടൂര, ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിത് ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഇനി വരും. മറ്റേത് അതിൽ അലിഞ്ഞു പോകില്ല. എനിക്കിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഭട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മറന്നു പോവാണ്ട് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ ഒരു ഇൻഡസ്വെല്ലിൻ്റെ പാത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓൺലൈൻ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ലിയാൻ12 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ആ ഒരു കൂപ്പൺ വെച്ച് വാങ്ങിയാൽ മതി, നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും വാങ്ങി നോക്കുക, നല്ല സാധനമാണ്. അതുപോലെ തന്നെ വാങ്ങിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.